അബ്ദുൽ നാസർ മഅ്ദനിയെ കോയമ്പത്തൂരിന്റെ തമിഴ്നാടിന്റെ വിവിധ ജയിലറുകളിൽ താമസിപ്പിച്ച സമയം ഓരോ വിഷയങ്ങളും കേരളീയ സമൂഹത്തിനിടയിൽ മഅ്ദനി വിശദീകരിക്കുകയുണ്ടായി. ഞാനിത് സൂചിപ്പിക്കുന്നത് യുവതലമുറകൾക്ക് മഅ്ദനിയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, യുവതലമുറകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പിഞ്ചുമക്കൾ, 10ഉം 15ഉം വയസ്സ് പ്രായമുള്ള കുട്ടികൾ, ചിലപ്പോൾ ചരിത്ര വിദ്യാർത്ഥികൾ, SSLCക്ക് പഠിക്കുന്നവർ, +1നും +2ക്കും ഡിഗ്രിയും പഠിക്കുന്നവർ, അങ്ങനെ ഉപരിപഠനങ്ങൾ പഠിക്കുന്ന യുവാക്കൾക്ക് ക്യാമ്പസുകളിൽ ഒരു പേര് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതേ BR അംബേദ്കറിന്റെ പേരിനോടൊപ്പം, C കേശവന്റെ പേരിനോടൊപ്പം, ഗാന്ധിജിയുടെ പേരിനോടൊപ്പം രാജ്യത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ആളുകളുടെ പേരുകളോടൊപ്പം, സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരോടൊപ്പം മഅ്ദനിയെ പോലെയുള്ള ഒരു ജീവിതത്തെ നിനക്കറിയുമോ എന്ന് നവമാധ്യമങ്ങളിൽ വിദ്യാർത്ഥിനികൾ ഇന്ന് പാടി പറയുന്നു. വിപ്ലവകാരികളുടെ ലിസ്റ്റിൽ പെടുത്തുന്നുണ്ട്. വിപ്ലവകാരികളെ പഠിക്കുമ്പോൾ മഅ്ദനിയെ പഠിപ്പിക്കുന്നുണ്ട്. മജ്ലിസുൽ ഇൽമിന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ പലതവണ മഅ്ദനിക്ക് വേണ്ടി പ്രാർത്ഥനാ മജ്ലിസുകൾ, നമ്മൾ പ്രാർത്ഥനാ സദസ്സുകൾ നടത്തുമ്പോൾ ഒരുപക്ഷേ യുവതലമുറകൾ അങ്ങനെ അബ്ദുൽ നാസർ മഅ്ദനിയെ കുറിച്ച് ഒരുപക്ഷേ പഠിച്ചിട്ടുണ്ടാകണമെന്നില്ല. ഇന്നത്തെ വിദ്യാർത്ഥികൾ മഅ്ദനി എന്ന ചരിത്ര പുരുഷൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന, അടിസ്ഥാന വർഗങ്ങൾക്കും ദലിതുകൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുൽ മുസ്തഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ച അടിസ്ഥാന വർഗത്തിനും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന, തകർത്ത് തരിപ്പണമാകപ്പെട്ട മാനുഷിക വർഗത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ഒരു ജനവിഭാഗം എന്ന് പ്രാർത്ഥിക്കുന്ന ഘട്ടങ്ങളിൽ ഒരു നേതാവിനെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ, ഒരു ധീര നേതാവിനെ പോലെ സമൂഹത്തിലെ പടക്കളത്തിൽ, പോർക്കളത്തിൽ നേതൃത്വം നൽകുവാൻ നമുക്ക് 1990 കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകി. കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിനുശേഷം ആരെല്ലാം വിപ്ലവത്തോടുകൂടെ പ്രതികരണശേഷിയുള്ള ഒരു സമൂഹമായി സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിനും സമുദായത്തിനും വേണ്ടിയിട്ട് ശബ്ദിക്കുവാൻ വേണ്ടി ആരൊക്കെ തയ്യാറായിട്ടുണ്ടോ അതിനെല്ലാം നിമിത്തമായത് അബ്ദുൽ നാസർ മഅ്ദനി തന്നെയായിരുന്നു. ആരെല്ലാം അത് മറക്കുവാൻ വേണ്ടി ശബ്ദിച്ചാലും ശ്രമിച്ചാലും മഅ്ദനി അല്ല എന്ന് പറയുവാൻ ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനും ഒരൊറ്റ സാമൂഹിക സാമുദായിക നേതാവിനും കഴിയുകയില്ല. സമുദായത്തെ പ്രതികരണശേഷി ഇല്ലാത്ത വിഭാഗങ്ങളാക്കി സമാധാനത്തിന്റെ പേര് പറഞ്ഞ് തൊട്ടിലാട്ടിയപ്പോൾ വെറും സമാധാനത്തിന്റെ പേരിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടവരല്ല. പ്രതിരോധിക്കേണ്ടത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിരോധം അപരാധമല്ല, പ്രതിരോധം അനിവാര്യമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച അബ്ദുൽ നാസർ മഅ്ദനി ഇത് പറഞ്ഞപ്പോൾ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി, പിന്നോക്ക ജനവിഭാഗത്തിന് വേണ്ടി, രാജ്യത്തെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി അബ്ദുൽ നാസർ മഅ്ദനി, ധീര വിപ്ലവകാരിയായ മഅ്ദനി, രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു, രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു. മുന്നോട്ട് പോയപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അധികാരത്തിന്റെ കസേരയിലേക്ക് കയറ്റി ഈ രാജ്യത്തെ വരേണ്യവർഗത്തിന് അധികാരത്തിന്റെ കസേരകളിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ശ്രമമാണ് മഅ്ദനി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ വിഭാഗം ആളുകൾ മഅ്ദനിയെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കറിയണം, നിങ്ങൾ അറിയണം മഅ്ദനിയെ. അബ്ദുൽ നാസർ മഅ്ദനി 1989-90 കാലഘട്ടങ്ങളിൽ വെറും 22ഉം 23ഉം വയസ്സ് പ്രായമിരിക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരെ, നീതി നിഷേധത്തിനെതിരെ ശബ്ദമുയർത്തിപ്പിടിച്ച ചെറുപ്പക്കാരനായ മുതഅല്ലിമായിരുന്നു. അവിടെ നിങ്ങോട്ട് ആലി മുസ്ലിയാർ എന്ന പണ്ഡിതനെ കേരളക്കരയിൽ ഫാസിസ്റ്റ് സംഘപരിവാർ ഭീകരത കൊന്നൊടുക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചത്, പ്രതിരോധിച്ചത് കേരളത്തിലെ ഏതെങ്കിലും ഉത്തരവാദിത്വപ്പെട്ട മതസംഘടനകളായിരുന്നില്ല, മഅ്ദനിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് 1992 ഡിസംബർ മാസം 6-ാം തീയതി തകർക്കപ്പെട്ട
ബാബരി മസ്ജിദും. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പും കേരളത്തിൽ നിന്ന് കശ്മീർ വരെ നടത്തിയ ഫാസിസ്റ്റ് സംഘപരിവാർ ഭീകരതയുടെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അധികാരത്തിന്റെ കസേരയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ കൃത്യമായ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചത് മഅ്ദനിയായിരുന്നു. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നവമാധ്യമങ്ങളിൽ സഞ്ചരിക്കുന്ന യുവാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിലെ റാപ്പ് സംഗീതം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, വേടൻ. 10 കവികൾക്ക് ഒരാളുടെ പേര് കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ 10 കവികൾ ഉള്ളിടത്ത് ഒരാളുടെ പേര് അത് വേടനാണ് എന്ന് നവമാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ വേടൻ ഇന്ന് പാടി പറയുന്നത് തമിഴ്നാട്ടിലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ MP തിരുമാളവൻ MP അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ദലിതുകൾക്ക് വേണ്ടി, പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനമായത് നിങ്ങളുടെ പ്രഭാഷണമാണ്. ആ നിങ്ങളുടെ പ്രഭാഷണം എന്ന് വേടൻ പറഞ്ഞതിൽ ഒരാളിരിപ്പുണ്ട്, ഒരാള് ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, കേരളക്കരയിലെ ഈ രീതിയിൽ ദലിതുകൾക്ക് വേണ്ടി, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച അബ്ദുൽ നാസർ മഅ്ദനി തന്നെയായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഈ വേള ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അബ്ദുൽ നാസർ മഅ്ദനി എന്ന ധീര വിപ്ലവകാരി കേരളത്തിലെ മതരംഗത്ത് അത്തിച്ചത്തിലെ സമുദായത്തിന് വേണ്ടിയിട്ട്, സമുദായത്തിലെ ശോഷണക്കെതിരെ, പീഡനങ്ങൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ, അതേ നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നതിനോടൊപ്പം തന്നെ യുവാക്കളെ ദീനിന്റെ മാർഗത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മോത്സുകരായ യുവാക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശീതലഛായയിൽ പരിലസിക്കുന്ന ഈന്തപ്പരോലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതലഛായയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ സ്നേഹിക്കുന്നതിന് വേണ്ടി, പ്രേമഭാജനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് യുവാക്കളെ, യുവതലമുറയെ വാർത്തെടുത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനം പ്രവാചകരുടെ സ്വപ്നം കണ്ട് പ്രവാചക മധ്യത്തില്, സ്നേഹമധ്യത്തില് അങ്ങനെ അഡിക്റ്റായ യുവസമൂഹത്തെ വാർത്തെടുത്ത, യുവാക്കളെ വാർത്തെടുത്ത യുവ പ്രഭാഷകനായിരുന്നു അബ്ദുൽ നാസർ മഅ്ദനി. അതോടൊപ്പം രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ രാഷ്ട്രീയവും മഅ്ദനി ശബ്ദിക്കുന്നു എന്ന് കണ്ടപ്പോൾ മഅ്ദനിയെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇവിടുത്തെ ഭരണകൂട ഭീകരതയുടെ കൃത്യമായ അജണ്ടയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മഅ്ദനിയെ ഇരുണ്ട സെല്ലിനകത്ത് അടച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമം നടത്തി. നമുക്കറിയും, അബ്ദുൽ നാസർ മഅ്ദനി തന്നെ 2007 കോയമ്പത്തൂരിൽ നിന്ന് പൂർണ്ണ നിരപരാധിയായി ജയിൽ മോചിതനായ കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത്, വ്യാജ കേസ് ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലറകൾക്കുള്ളിൽ താമസിപ്പിച്ചതിന് ശേഷം ദീർഘമായ 10 വർഷങ്ങൾക്ക് ശേഷം മഅ്ദനി നിരപരാധിയായി ജയിൽ മോചിതനായപ്പോൾ അബ്ദുൽ നാസർ മഅ്ദനി കേരളക്കരയിൽ ലക്ഷക്കണക്കിന് വരുന്ന കേരളീയരെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഒരുപാട് മന്ത്രിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഇന്ന് കേരളക്കരയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഉൾപ്പെടെ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനി അന്നത്തെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ ഉൾപ്പെടെ സാക്ഷി നിർത്തിക്കൊണ്ട് മഅ്ദനി പറഞ്ഞു, ഞാൻ കോയമ്പത്തൂരിന്റെയും സേലത്തിന്റെയും ജയിലറകൾക്കുള്ളിൽ ഇത്രയും കാലം താമസിച്ച് എന്നെ ജയിലറകൾക്കുള്ളിലിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ട് എന്റെ മനസ്സിലെ, എന്റെ ഹൃദയത്തിലുള്ള ആദർശത്തിനോ ഈമാനിക വിശ്വാസത്തിനോ ഒരു പോരല് പോലും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന്. ഇനിയും ഞാൻ ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും തീർച്ചയായിട്ടും എന്ന് അബ്ദുൽ നാസർ മഅ്ദനി പറയുകയുണ്ടായി. എന്തേ കാരണം? അബ്ദുൽ നാസർ മഅ്ദനിയെ കോയമ്പത്തൂരിന്റെ ഇരുണ്ട സെല്ലിനകത്തും സേലം ജയിലിന്റെ സെല്ലിനകത്തും താമസിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് നാടുകടത്തി ജയിലറകളിലേക്ക് കൊണ്ടുപോയ സമയത്തിൽ അബ്ദുൽ നാസർ മഅ്ദനിയെ തളർത്താൻ വേണ്ടിയിട്ട് ഭരണകൂട ഭീകരത പൂർണ്ണമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വലിയ ഒരു നിര തന്നെ ശ്രമിച്ച ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അബ്ദുൽ നാസർ മഅ്ദനി പറയുകയാണ്, അല്ലാഹുവേ, എന്നെ ഈ ഇരുണ്ട സെല്ലിനകത്തിട്ടുകൊണ്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്റെ മനസ്സിന് ഒരു താങ്ങും തണലാകുന്ന ഒരു ദൃഷ്ടാന്തം നീ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അബ്ദുൽ നാസർ മഅ്ദനി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് മഅ്ദനി തന്നെ പറയുന്നു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ തുറന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ എന്റെ ഹൃദയത്തിന് സമാധാനമുണ്ടാക്കുന്ന ഒരു ആയത്ത് ഈ ഖുർആനിൽ നിന്ന് നീ എനിക്ക് കാണിച്ചു തരണേ നാഥാ. പരിശുദ്ധ ഖുർആൻ അബ്ദുൽ നാസർ മഅ്ദനി നമുക്കറിയും ദീനിന് വേണ്ടിയിട്ട് വളരെയധികം ശബ്ദിക്കുകയും ആത്മാർത്ഥമായി ഇബാദത്തുകൾ നിർവഹിക്കുകയും പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തിനേക്കാളും അധികം സ്നേഹിക്കുകയും കേരളക്കരയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ പ്രവാചക പുവരർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങളും കേരളത്തെ പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട് സ്വലാത്തിന്റെ രാത്രികളെ മുഴുവനും പകലാക്കി മാറ്റിക്കൊണ്ട് സ്വലാത്തു ചൊല്ലിപ്പിച്ച അബ്ദുൽ നാസർ മഅ്ദനി പരിശുദ്ധ ഖുർആൻ തുറക്കുമ്പോൾ മഅ്ദനി പറയുകയാ, എന്നെ സമാധാനം, എന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടായ ആയത്ത് പരിശുദ്ധ ഖുർആൻ. ഞാൻ ഇരുണ്ട സെല്ലിനകത്ത് തമിഴ്നാടിന്റെ ജയിലറക്കുള്ളിൽ ഞാൻ ഖുർആൻ തുറക്കുമ്പോൾ മഅ്ദനി തന്നെ സൂചിപ്പിക്കുകയാണ്, ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് മഅ്ദനി നടത്തിയ പ്രഭാഷണം കേട്ടവരാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ ശ്രദ്ധിക്കണേ. എന്റെ ശബ്ദം കേൾക്കുന്ന യുവതലമുറകൾ, നൂജൻ കുട്ടികളോടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു എന്ന് മാത്രമല്ല, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് കാലം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അവയവം ശത്രുക്കൾ ബോംബെറിഞ്ഞു തകർത്തു. എന്നിട്ടും തകരാതെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നേറിയ അബ്ദുൽ നാസർ മഅ്ദനി പരിശുദ്ധ ഖുർആൻ അങ്ങ് തുറന്നപ്പോൾ തമിഴ്നാട്ടിന്റെ ഇരുണ്ട സെല്ലിനകത്ത് പരിശുദ്ധ ഖുർആൻ എന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകുന്ന, എന്റെ ഹൃദയത്തിൽ പ്രയാസമില്ലാത്ത രീതിയിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എന്റെ ഹൃദയത്തിന് ശക്തി പകരുന്ന ഒരായത്ത് എനിക്ക് കാണിച്ചു തരണേ നാഥാ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തുറന്നപ്പോൾ അബ്ദുൽ നാസർ മഅ്ദനി എന്ന ധീരനായ പണ്ഡിതൻ പറയുകയാ, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പരിശുദ്ധ ഖുർആൻ അബ്ദുൽ നാസർ മഅ്ദനി അതാ തുറന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആ പേജങ്ങ് മറിച്ച്, റബ്ബേ എനിക്ക് എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ഒരു ആയത്ത് നൽകണേ നാഥാ എന്ന് പരിശുദ്ധ ഖുർആൻ തുറന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടിയ ആയത്ത് ഇതാണ്. മഅ്ദനിക്ക് ലഭിച്ച ആയത്ത് മഅ്ദനി തന്നെ പറയുന്നു, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. റബ്ബേ, അല്ലാഹു നിർണയിച്ചതല്ലാതെ, അല്ലാഹു തീരുമാനിച്ചതല്ലാതെ, നിശ്ചയിച്ചല്ലാതെ ഒരു സംഭവവും സംഭവിക്കുകയില്ല. ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, ഒരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല. തീർച്ച എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്താണ് മഅ്ദനിക്ക് തമിഴ്നാട്ടിന്റെയും കോയമ്പത്തൂരിന്റെ ഇരുണ്ട സെല്ലിനകത്ത് നീണ്ട 10 വർഷം കഴിയേണ്ടി വന്നിട്ടും, നീണ്ട 10 വർഷം ബാംഗ്ലൂർ ജയിലിൽ നിരപരാധിയായി കഴിയേണ്ടി വന്നിട്ടും മഅ്ദനിയുടെ ഹൃദയത്തെ, മഅ്ദനിയുടെ മനസ്സിനെ പിടിച്ചു നിർത്തിയത് ഈ തവക്കുലിന് പ്രചോദനം നൽകുന്ന ആയത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മഅ്ദനി എന്ന ധീരനായ വീരനായ അബ്ദുൽ നാസർ മഅ്ദനി എന്ന വീരനായ വിജിഗേഷുവായ ഇന്ന് ജീവിച്ചിരിപ്പുള്ള നമുക്ക് ഓരോരുത്തർക്കും, യുവതലമുറകൾക്ക്, ഇന്നിന്റെ വിദ്യാർത്ഥികൾക്ക് റോൾ മോഡലായിട്ട് കാണാൻ കഴിയുന്ന, റോൾ മോഡലാക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് എല്ലാ മേഖലകളിലും, മതമേഖലകളിൽ പ്രവാചകനെ സ്നേഹിപ്പിക്കുന്നതിന്റെയും പ്രവാചക പ്രകീർത്തനങ്ങൾ പറയുന്നതിന്റെയും കാര്യത്തിലും, അതുപോലെ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന്റെ കാര്യത്തിലും, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നതിന്റെ കാര്യത്തിലും ദീനിനോട് ഒരു തെല്ലുപോലും പോരലേൽപ്പിക്കാത്ത രീതിയിൽ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന കാര്യത്തിലും ഒരാളിനെ റോൾ മോഡലാക്കി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ യുവതലമുറകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനം നൽകേണ്ടത്, നമുക്ക് ഇൻഫ്ലുവൻസ് ആകേണ്ടത് അബ്ദുൽ നാസർ മഅ്ദനി എന്ന ധീരനായ നേതാവാണ്. ആ മഅ്ദനിക്ക് പ്രചോദനമായത് ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ മാത്രമായിരുന്നില്ല. മഅ്ദനിക്ക് പ്രചോദനമായത് തന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്താണ്, ഈ സന്ദേശമാണ്. എല്ലാ പ്രയാസങ്ങളിലും റബ്ബിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. മഅ്ദനി വ്യക്തിപരമായിട്ടും
ആരോഗ്യപരമായിട്ടും പ്രതിസന്ധികൾ ഏറെ നേരിടേണ്ടി വന്ന ഘട്ടങ്ങളിലെ ജയിലറുകൾക്കുള്ളിലും ജയിലിനകത്തും പുറത്തുമെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടേണ്ടി വന്ന ഘട്ടങ്ങളിലെല്ലാം സംഘപരിവാർ ഫാസിസ്റ്റ് ഭീകര ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നിലകൊള്ളുന്നതിനോടൊപ്പം തന്നെ ദലിത് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം അത്യുച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ അധികാരത്തിന്റെ കസേരകളിൽ നിന്ന് തന്നെയും തന്നോടൊപ്പമുള്ള ആളുകളെയും മാറ്റി നിർത്തപ്പെടുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ആദർശത്തിനോട് വ്യതിചലിക്കാതെ മഹ്ദനിക്ക് മുന്നേറാൻ സാധിച്ചത് ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണെങ്കിൽ, ഈ ദൃഷ്ടാന്തമാണെങ്കിൽ യുവതലമുറകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് റോൾ മോഡലാക്കാൻ കഴിയുന്ന മഹ്ദനിയെയും അതുപോലെ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയോടുകൂടെ ദീനിന് വേണ്ടിയിട്ട് അതോടൊപ്പം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നേതൃത്വത്തിന്റെ പിന്നാലെ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യുവാക്കളെ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ട്. അബ്ദുൽ നാസർ മഹ്ദനിയെ ജയിലിന്റെ ഏകാന്തതലയടച്ച് അന്ന് മഹ്ദനിയെ സഹായിക്കാൻ ആളുകളില്ല. മഹ്ദനി, താങ്കൾ ചെയ്തത് ഭീകരവാദമല്ല, താങ്കൾ ചെയ്തത് തീവ്രവാദമല്ല, താങ്കളെ ജനങ്ങൾ തീവ്രവാദിയെന്ന് വിളിച്ചേക്കാം, ഭീകരവാദി എന്ന് വിളിച്ചേക്കാം, പക്ഷേ താങ്കൾ ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ശബ്ദിച്ചത് എന്ന് ഓരോ വക്കത്ത് നമസ്കാരവും ജയിലറുകൾക്കുള്ളിലും അതുപോലെ പോലീസ് വാഹനത്തിനകത്തിരുന്നു കൊണ്ട് കോടതികളെല്ലാം കയറിയിറങ്ങി പരിശുദ്ധ റമദാനിൽ നോമ്പ് നോക്കുമ്പോൾ പോലും നോമ്പ് തുറക്കുവാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടാതെ ജയിലറുകൾക്കുള്ളിലും കോടതികളിലും കഴിയേണ്ടി വന്ന ഘട്ടങ്ങളിലെ അത്തായം പട്ടിണി കടിച്ചുകൊണ്ട് നോമ്പ് നോൽക്കപ്പെടേണ്ടി വന്ന ഘട്ടങ്ങളിലെല്ലാം അബ്ദുൽ നാസർ മഹ്ദനി അനുഭവിച്ച വേദനകളെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വപ്പെട്ട മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികൾ ചെന്നിട്ട് മഹ്ദനി, താങ്കൾ തീവ്രവാദിയും ഭീകരവാദിയും വിഘടനവാദിയും ഫണ്ടമെന്റലിസ്റ്റുമെന്ന് ആര് പറഞ്ഞാലും താങ്കൾ ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിച്ചവരാണ്, താങ്കൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചവരാണ് മഹ്ദനി, താങ്കളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഒരു സമൂഹമില്ലാത്ത ഘട്ടത്തില് മഹ്ദനി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തുറന്നപ്പോൾ മഹ്ദനിക്ക് പ്രചോദനമായ ഖുർആനിന്റെ ആയത്താണ് ഞാൻ ഓതിയത്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് തനിക്ക് പ്രചോദനമായത് എന്ന് പറയുമ്പോൾ ആ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹ്ദനിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്താൻ, രാജ്യത്തിന്റെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ നമുക്ക് ഒരുമിക്കേണ്ട ഘട്ടം ഇത് തന്നെയാണ് എന്ന് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അബ്ദുൽ നാസർ മഹ്ദനിക്ക് റബ്ബ് തആല ദീർഘായുസ്സും ആയുരാരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. മജ്ലിസുൽ ഇൽമിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഹിബ്ബീങ്ങൾ, മഹ്ദനിയുടെ പൂർണ്ണമായ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയും ദീർഘകാലം ദീനിന് വേണ്ടി ശബ്ദിക്കുന്നതിന് വേണ്ടി, ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് വേണ്ടി, അടിസ്ഥാന വിഭാഗത്തിന് ശബ്ദിക്കുന്നതിന് വേണ്ടി ദീർഘകാലം പ്രവാചകന്റെ മദ്ഹ് ധാരാളം പറഞ്ഞുകൊണ്ട് പ്രകീർത്തനങ്ങൾ നടത്തി പ്രഭാഷണം നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ധാരാളം യുവതലമുറകളെ ദീനിന്റെ യഥാർത്ഥ ഉമ്മത്തിങ്ങളിൽപ്പെട്ട യഥാർത്ഥ ദീനിന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന യുവതലമുറകളാക്കി മാറ്റുന്നതിന് മഹ്ദനിയുടെ ശബ്ദം ഒരു നിമിത്തമാകുന്നതിന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാരാവട്ടെ. ആമീൻ.